Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മൾട്ടിപ്പിൾ മാസസ് കൊണ്ടുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. This is a mass, this is a mass. This is 10 kg, this is 10 kg. This is 2 meter, this is 2 meter, this is 2 meter. ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ ഇവിടെ ഒരു 1 kg മാസ് വെച്ചിട്ടുണ്ട്. ഈ 1 kg മാസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ 1 kg മാസിൽ ഈ 10 kg കൊണ്ടും ഈ 10 kg കൊണ്ടും രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. This is an attractive force, so this is like this. So these are the two forces acting on this 1 kg mass. So we can call it as F1 and call it the second one as F2. There are two masses, F1 and F2, acting on this 1 kg masses, and these two masses are F1 and F2. So the net force F equal to F1 plus F2. This is the net force. The net force F equal to F1 plus F2. അതാണ് നെറ്റ് ഫോഴ്സ്. So how to find F1? F1 can be calculated using G m1 m2 by r square. This is the equation to find force of attraction between two masses. So G into m1 is 10, m2 is 1, r is 2 square. So 10 by 4 G. This is F1. The F2 is G into m1 m2. m1 m2. 10 into 1 by 4. 10 by 4 G. This is F2. So 10 by 4G and 10 by 4G. These are the two forces acting on these masses. These are two vectors. Force is a vector quantity, so it has a direction. So this direction, while considering the direction of the force, we understood that we cannot add force in a scalar manner. We need to add force in a vectorial manner, which means that we need to add forces as a vector addition. Vector addition form il namukku forces add cheyanam. So how to add it? നമുക്ക് നോക്കാം. So this angle is 30 degree. കാരണം ഇത് മൊത്തം 60 ഡിഗ്രി ആണ്, അതിന്റെ പകുതി 30 ഡിഗ്രി ആണ്. So 30 ഡിഗ്രി ആയതുകൊണ്ട് F2ന്റെ this കമ്പോണന്റ് x കമ്പോണന്റ് F1ന്റെ x കമ്പോണന്റും ഒരേ ഡയറക്ഷനിലാണ്. y കോമ്പോണന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. F1ഉം F2ന്റെയും വാല്യൂ സെയിം ആയതുകൊണ്ട് ഈ y ഡയറക്ഷനിലുള്ള ഫോഴ്സ് ക്യാൻസൽ ആയി പോകും. ഓൺലി x ഡയറക്ഷനിലുള്ള ഫോഴ്സേ ഉണ്ടാവുള്ളൂ. സോ ദ x ഡയറക്ഷൻ ഓഫ് F1x ഈസ് ഈക്വൽ ടു F1 cos 30. അതുപോലെ F2ന്റെ x ഡയറക്ഷനിലുള്ള ഫോഴ്സ് F2 cos 30. സോ ഇതിനെ സിംപ്ലി ആഡ് ചെയ്താൽ മതി. സോ F net is equal to F1x plus F2x. So F1x എന്ന് പറയുന്നത് എന്താണ്? F1 cos 30, F2x എന്ന് പറയുന്നത് F2 cos 30, F1 F2 10 by 4G ആണ്. So 10 by 4G cos 30 in plus 10 by 4G the answer is 10 by 4 2 into 10 by 4G into ഇതാണ് ആൻസർ. 2 into 10 by 4G into cos 30. So the answer is 10 by 2 into ഈ 2 cancel ആയി പോയിട്ടോ G cos 30.
ഇതാണ് ആൻസർ. 10/2 g cos 30. 10/2 എന്താ 5. g cos 30. 5g cos 30 ആണ് ആൻസർ. 5g cos 30 ആണ് നമ്മുടെ ആൻസർ. നമുക്കറിയാം cos 30 എന്ന് പറയുന്നത് ഇത് 60 ഡിഗ്രി ആണെങ്കിൽ 1 cos 30 എന്ന് പറയുന്നത് √3/2 ആണ്. സോ √3/2 എന്നുള്ള വാല്യൂ ഇവിടെ ആഡ് ചെയ്താൽ so the answer is 5√3/2g. 5√3/2g എന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുക. So the answer is 5√3/2g. The answer is the net force is 5√3/2g. അതാണ് നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഫോഴ്സ് ഈസ് എ വെക്ടർ. സോ ഇവിടെ വെക്ടർ അഡീഷൻ ആണ് നടത്തേണ്ടത്. സോ വെക്ടർ അഡീഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് 2 കമ്പോണന്റ് ആക്കുക. കമ്പോണന്റ് ആക്കിയിട്ട് ഓപ്പോസിറ്റ് കമ്പോണന്റ്സിനെ മൈനസ് ചെയ്യാം, ഒരേ ഡയറക്ഷനിലുള്ള കമ്പോണന്റിനെ ആഡ് ചെയ്യാം. സോ ദ ആൻസർ ഈസ് 5√3/2g. അത്രയും ന്യൂട്ടൺ ആണ്. ഇത് കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.